സച്ചിൻദാസ് മാത്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എത്ര പാർട്ടുകൾ നമ്മൾ സോൾവ് ചെയ്തു അല്ലേ? മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ കുറേ പാർട്ടുകളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ അടുത്തൊരു പാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 10 ക്വസ്റ്റ്യന് നമ്മൾ ഡിസ്കസ് ചെയ്യാം അല്ലേ? ഇനി ഞാൻ പറഞ്ഞിട്ട് മുഷിപ്പിക്കണില്ല. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ എവറേജ് ഓഫ് ദി 7 നമ്പേഴ്സ് 7, 9, 12, x, 5, 4, 11, is 9. ദ മിസ്സിങ് എക്സ്. നമുക്ക് കാണുന്നത് തന്നെ മനസ്സിലാവുന്നുണ്ട് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവർ തന്നിരിക്കുന്നത് എന്താ? എവറേജ് തന്നിട്ടുണ്ട് അല്ലേ? 7 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ 7 നമ്പേഴ്സിൻ്റെ എവറേജ് എന്ന് പറയുന്നത് 9 ആണെന്ന് അവർ പറയുന്നു. ഇനി ആ ക്ലൂ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ഭയങ്കര ഈസിയാണല്ലേ എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്താലോ? സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ എക്സിനെ ഫ്രണ്ടിലേക്ക് എഴുതുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള നമ്പേഴ്സ് എടുത്ത് എഴുതുന്നു. 7 + 9 + 12 5 + 4 + 11. കാരണം നമുക്ക് എന്താ വേണ്ടത്? എവറേജാണ് തന്നിരിക്കുന്നത് അല്ലേ? എവറേജ് എന്ന് പറയുമ്പോൾ മീൻ അല്ലേ? മീനാണ് അവർ തന്നിരിക്കുന്നത്. മീൻ കാണാനുള്ള ഇക്വേഷൻ അറിയാലോ. നമുക്ക് തന്നിരിക്കുന്നത് എല്ലാതും കൂടിയിട്ട് സം ചെയ്യുക. എന്നിട്ട് ഇത് എത്ര നമ്പേഴ്സ് ഉണ്ട്? 7 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണം എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 7 ആണ്. നമുക്ക് ആൻസർ എന്താണെന്ന് അവർ തന്നിരിക്കുന്നത് 9 തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഈ ടേംസ് ഒക്കെ കൂടിയിട്ട് സം ചെയ്യുക. അപ്പോൾ എക്സ് പ്ലസ് ഇതൊക്കെ കൂടി സം ചെയ്താൽ നമുക്ക് 48 കിട്ടും. ഇനി 7 മൾട്ടിപ്ലൈ ആയിട്ട് വരും അല്ലേ? 7 ഡിവിഷൻ ഉള്ളത് ടേം ഈക്വൽ ടുവിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ മൾട്ടിപ്ലൈ ആയിട്ട് വരും. നമുക്ക് എന്താ കിട്ടുക എന്നറിയോ? 63 എന്നാണ് കിട്ടുക. ഇനി എക്സ് എന്താ കിട്ടുക? അപ്പോൾ ഈ ടേമിനെ ഈക്വൽ ടുവിൻ്റെ പ്രതീകം എടുക്കുക. അപ്പോൾ പ്ലസ് ഉള്ളത് പ്രതീകം പോയ മൈനസ്. അപ്പോൾ 63 - 48 ചെയ്താലേ നമുക്ക് എന്താ കിട്ടുകയെന്ന് അറിയോ? 15. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ ഓപ്ഷനിൽ സി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ട്രെയിൻ covered the first 5 km of its journey at a speed of 30 km per hour and next 15 km at a speed of 45 km per hour. The average speed of train was, first option 35 km per hour ആയിരുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ 40 km per hour. ഇനി 32 km per hour. ഇനി അടുത്തത് 42 km per hour. ഇത് 4 കേട്ടോ. 42 ഞാൻ എഴുതുമ്പോൾ മാറിയതാ. ഓക്കെ, 42. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ എവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എഴുതിക്കാം. എവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. എന്താണ് എവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇനി സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇത് എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ട്രെയിൻ കവർ ചെയ്ത ഡിസ്റ്റൻസും അതുപോലെ സ്പീഡുമാണ് അവർ തന്നിരിക്കുന്നത് അല്ലേ? സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡും ഡിസ്റ്റൻസും മാത്രമേ അവർ തന്നിട്ടുള്ളൂ. നമുക്ക് എന്ത് തന്നിട്ടുണ്ടായിരുന്നില്ല? ടൈം അറിയില്ല. ടോട്ടൽ ടൈം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ? നമുക്ക് എവറേജ് സ്പീഡാണ് വേണ്ടത്. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് ഇക്വേഷൻ വരിക. പക്ഷെ അവർ തന്നിട്ടില്ല. ടോട്ടൽ ടൈം എത്രയാണെന്ന് അവർ തന്നിട്ടില്ല. അപ്പോൾ അതെന്താ ചെയ്യുക? സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഈ ടൈമിന് പ്രതികരിക്കുക. അപ്പോൾ ടൈം ഈക്വൽ ടു എന്താ വരിക? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് വരും. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇനി അപ്പോൾ നമുക്ക് 2 ടൈം കിട്ടും എന്തായാലും അല്ലേ? 2 ടൈം കിട്ടും. അപ്പോൾ ഒന്നിനെ ഞാൻ T1 കൊടുക്കുന്നു. ഡിസ്റ്റൻസ് ആദ്യത്തെ ഡിസ്റ്റൻസ് 5 ആണ്.
രണ്ടാമത്തെ ഇനി ആ ഡിസ്റ്റൻസിൻ്റെ തന്നെ അല്ലെങ്കിൽ ആദ്യത്തേൻ്റെ തന്നെ സ്പീഡ് എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട്, എത്രയാണ് 30 അല്ലേ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് രണ്ടും ചെറുതാക്കുക, വെട്ടിക്കളയുക എന്നുള്ളതാണ്. അപ്പോൾ 1/6 ആണ് അതിൻ്റെ ആൻസറായിട്ട് കിട്ടുക. ഇനി അതേപോലെ T2 ആണ് കേട്ടോ. T2 എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര വരിക, ആദ്യം 15/45. അപ്പോൾ 15/45 ചെയ്താൽ നമുക്കതിൻ്റെ T2 കിട്ടും. T2 അപ്പോൾ നമുക്ക് 1/3 എന്ന് കിട്ടുക. ക്യാൻസൽ വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1/3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് T1 കിട്ടി, T2 കിട്ടും. ഇനി എന്ത് ചെയ്യുക, ടോട്ടൽ ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് 2 ടൈമും കൂടി സം ചെയ്യുക. അപ്പോൾ T = ടോട്ടൽ ടൈമിന് ഞാൻ T എന്നാണ് കൊടുക്കുന്നത്. T = T1 + T2. ഇനി T1 എത്രയാണ്, 1/6, ഇത് 1/3, രണ്ടും കൂടിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 3 + 6 എന്ന് കിട്ടും. അപ്പോൾ 9/18 എന്ന് വെച്ചാൽ 1/2. ചെറുതാക്കുക, വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് 1/2 കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം കിട്ടി. ടോട്ടൽ ടൈം നമുക്ക് എത്ര കിട്ടി, ടോട്ടൽ ടൈം T കിട്ടി, നമുക്ക് 1/2 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കണം. ടോട്ടൽ ഡിസ്റ്റൻസ്, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 2 ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, 5ഉം 15ഉം ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 20 km ആണ്. ഓക്കെ, ഇനി ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ പ്ലേസിൽ 20 എഴുതുക. ഇനി ടോട്ടൽ ടൈം 1/2. ഈ 2നെ പ്രത്യേകം റെസിപ്രോക്കൽ പോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 40 കിട്ടും. എന്ന് വെച്ചാൽ 20 അതേപോലെ എഴുതുക, ഈ ടൈമിനെ തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതറിയില്ലേ, അപ്പോൾ 40 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ സ്പീഡ് എന്ന് പറയുന്നത്, സ്പീഡ് നമുക്ക് യൂണിറ്റ് എന്തായിരുന്നു, km/h. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 40 km/h. ബി ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് അടുത്തത്. For a group of 100 candidates, the mean was found to be 40. Later on it was discovered that a value 45 was misread as 54. Full stop. The correct mean is, first one 40.50, next one 39.85, 39.80, 39.91. നമുക്ക് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഗ്രൂപ്പ് ഓഫ് ഒരു 100 കാൻഡിഡേറ്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. 100 കാൻഡിഡേറ്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, മീൻ ഓഫ് 100 candidates, അതിൻ്റെ മീൻ എന്താ വരിക, മീൻ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ, മീൻ വാസ് ഫൗണ്ട് ടു ബി 40. മീൻ എത്രയാ, 40 ആണല്ലേ. ക്വസ്റ്റ്യൻ ഞാൻ മുന്നേ വായിച്ച കാരണമാണ്, ക്വസ്റ്റ്യൻ മുന്നേ ഞാൻ പറഞ്ഞെന്ന കാരണമാണ് വീണ്ടും പറയാതെ. അപ്പോൾ 100 കാൻഡിഡേറ്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് അതിൻ്റെ മീൻ എന്ന് പറയുന്നത് 40 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഒബ്സർവേഷൻ എത്രയാ, ടോട്ടൽ ഒബ്സർവേഷൻ 100 ആണ് അല്ലേ. ഓക്കെ, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തത് നമുക്കറിയാം മീൻ കാണാനുള്ള ഇക്വേഷൻ അറിയാം. അപ്പം മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താ, മീൻ കാണാനുള്ള ഇക്വേഷൻ ജസ്റ്റ് ഞാൻ അതിൻ്റെ നേരെ തന്നെ എഴുതി വയ്ക്കുന്നുണ്ട്. ദ സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഒബ്സർവേഷൻ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷനുമായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മീൻ കിട്ടും. മീൻ ഇപ്പോൾ 40 ആണല്ലേ. ഇനി നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാണ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻ നമുക്കറിയാം 100 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 100 എന്ന് എഴുതി, അതിൻ്റെ പ്ലേസിൽ 100 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സം ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട് കിട്ടി. എത്രയാ, ഈ ടേമിന് പ്രതി എടുത്താൽ നമുക്ക് സം ഓഫ് ഒബ്സർവേഷൻ 40 + 100 എന്ന് കിട്ടും. 40 + 100 എന്ന് വെച്ചാൽ 4000. ഓക്കെ, അപ്പോൾ സം ഓഫ് ഒബ്സർവേഷൻസ് അപ്പോൾ എത്രയാ, 4000 ആണ് ആഫ്റ്റർ റിപ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കിട്ടിയതൊക്കെ എന്ത് ചെയ്യാൻ പോവാം, വീണ്ടും റിപ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളവിടെ എന്താ പറഞ്ഞേക്കുന്ന അവർ പിന്നെ later on it was discovered
that a value 45 was misread as 54. എന്താ പറയുന്നത്? 45 എന്ന മൂല്യം, 45 എന്ന വാല്യൂ എത്രയായിട്ട് എഴുതി? 55 ആയി തെറ്റായിട്ട് വായിച്ചു എന്നുള്ളതാണ് ആര് കണ്ടുപിടിച്ചേ? അവർ കണ്ടുപിടിച്ചേ. ഓക്കെ, ആരോ കണ്ടുപിടിച്ചു, ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചു. എന്താ പറയുന്നത്? 45 എന്ന മൂല്യമാണ് 55 വായിച്ചേന്ന്. ഓക്കെ, അപ്പോൾ 55 അല്ല അവിടെ വേണ്ടത്, എത്രയാണ് വേണ്ടത്? 45 അപ്പോൾ തെറ്റല്ലേ ഇത്? നമുക്ക് കിട്ടിയ വാല്യൂ തെറ്റാണെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ശരിയാക്കണം. എങ്ങനെ ശരിയാക്കും നോക്കാം. റിപ്ലേസ് ചെയ്യുക. അപ്പോൾ സം ഓഫ് ന്യൂ ഒബ്സർവേഷൻ്റെ സം കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ ഇതാ? 4000 മൈനസ് 54. നമുക്ക് 54 വേണ്ട, 45 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 54 കൂട്ടിയപ്പോഴാണ് എന്ത് കിട്ടിയത്? സം ഓഫ് ഒബ്സർവേഷൻസ് കിട്ടിയത്. അപ്പോൾ ആ സം ഓഫ് ഒബ്സർവേഷൻ എന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? നമ്മൾ കൂട്ടിയ 54 മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ശരിക്കുള്ള ഒബ്സർവേഷൻ കിട്ടുമോ? കിട്ടിയിട്ടില്ല. നമ്മൾ എന്തും കൂടി സം ചെയ്യണം. ഇത് മൈനസ് ചെയ്തിട്ട് എന്ത് സം ചെയ്ത് കൊടുക്കണം? അപ്പം 45 സം ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3991 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഒന്നും ആയിട്ടില്ല. സം ഓഫ് ന്യൂ ഒബ്സർവേഷൻസ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? വീണ്ടും ഹരിക്കുക, അല്ലെങ്കിൽ നമുക്ക് മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം മീൻ ഓഫ് ന്യൂ ഒബ്സർവേഷൻ എന്താണ്? പുതിയ മീൻ നമ്മൾ കണ്ടുപിടിക്കും. കാരണം നമുക്ക് കിട്ടിയത് ഇപ്പോൾ 4000 അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സം ഓഫ് ന്യൂ ഒബ്സർവേഷൻസ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ന്യൂ ഒബ്സർവേഷൻ ആണോ? അല്ല, നമ്പർ ഓഫ് നമ്മൾ 100 തന്നെയാണ്, ഇപ്പോഴും 100 തന്നെയാണ്. അപ്പോൾ നമുക്ക് പുതിയ ഒബ്സർവേഷൻസ് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? സം ഓഫ് ന്യൂ ഒബ്സർവേഷൻസ് എത്ര കിട്ടി? 3991 ആണ് കിട്ടിയത്. ഇനി നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 100 ആണ്. ഡിവൈഡ് ചെയ്താൽ നമുക്ക് 39.91 എന്നാണ് കിട്ടുക. ഇത് ഓപ്ഷനിലുണ്ടോ? ഉണ്ട്, ഡി ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലെ ഡിസ്ട്രിബ്യൂഷൻസ് കൺസിസ്റ്റ് of 3 groups having 40, 50 and 60 items with a mean 20, 26 and 50 respectively. The mean of distribution is എത്രയായിരിക്കും? 20 ആണോ, 18 ആണോ, 22 ആണോ, 25 ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എന്ത് എത്ര ഡിസ്ട്രിബ്യൂഷൻ കൺസിസ്റ്റ് 3 ഗ്രൂപ്പ്സ് ഹാവിങ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. ഏതൊക്കെ ഐറ്റംസാ? അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കിട്ടിയ എഫ് എന്താണെന്ന് എഴുതി വയ്ക്കാം. അതുപോലെ എക്സ് എന്താണെന്ന് എഴുതി വയ്ക്കാം. അപ്പം എക്സ് ഏതൊക്കെയാണ്? 20, 26 അതുപോലെ 15. ഇനി എഫ് എത്രയാ? 40 ഐറ്റംസ് അല്ലേ? 40, 50, 60. ഇനി എഫ് നമുക്ക് കാണണം അല്ലേ? എൻ എത്രയാണ്? എൻ എന്ന് പറഞ്ഞാൽ എഫിൻ്റെ സം എത്രയാണ്? 150 ആണ്. ഇതൊക്കെ കൂടി സം ചെയ്താൽ നമുക്ക് 150 എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ അടുത്തത് എഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് എക്സ് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 800. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 1300. അടുത്തത് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 900. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യും? ഇതിൻ്റെയും കൂടി സം കണ്ടുപിടിക്കാം. ഓക്കെ, നല്ല നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ 3000 എന്നാണ് ആൻസർ കിട്ടുന്നുണ്ടാവുക. ഇനി എന്ത് ചെയ്യുക? നമുക്ക് ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കുക, ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ കണ്ടുപിടിക്കുക. മീൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കുക. എഫ് എക്സ് സം ഓഫ് എഫ് എക്സ് ബൈ സം എഫ് അല്ലെങ്കിൽ എൻ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? 3000 ബൈ 150 ആണ് കിട്ടി. ഇതിൻ്റെ ആൻസർ 20. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്താ കിട്ടി? ഇത് 20 ആണ്. 20 ഓപ്ഷനിലുണ്ട്, ഫസ്റ്റ് ഓപ്ഷൻ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ദ എവറേജ് ഏജ് ഓഫ് 50 students in a bus is 20 years when the age of conductor is included. The average age is increased by 1 year. The age of conductor is എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് എടുത്തെഴുതുക എന്നുള്ളതാണ്. 50 സ്റ്റുഡൻസ് എവറേജ് 50 സ്റ്റുഡൻസ് എവറേജ് എത്രയാണ്? 20 ആണ് അല്ലേ, 20 ഇയർ ആണ്. അസ്യൂം ഈച്ച് സ്റ്റുഡൻസ് ഈസ് 20 year old. അസ്യൂം ഈച്ച് സ്റ്റുഡൻസ് ഈസ് 20 year old. ഓരോ സ്റ്റുഡൻസും 20 വയസ്സിന് ഓൾഡ് ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകാം. നൗ ഡ്യൂ ടു കണ്ടക്ടർ ഏജ് എവറേജ് ഇൻക്രീസ്ഡ് ബൈ 1 year. അപ്പോൾ കണ്ടക്ടർ ഏജ് എന്ത് ചെയ്യും? ഒരു വർഷം കഴിഞ്ഞ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു വർഷം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എവറേജിൻ ഏജും ഇൻക്രീസ് ചെയ്യും അല്ലേ, എവറേജ് ഏജും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതെന്താവും? 21 ആവും 1 year കഴിഞ്ഞിട്ട്. ആഫ്റ്റർ 1 year. ഓക്കെ, ആഫ്റ്റർ 1 year അത് 21 year ആയിട്ട് മാറും. ഓക്കെ, 21 ആയിട്ട് മാറും അല്ലേ. ഒന്ന് കൂടിയ ഒരു വർഷം കൂടിയ ഒരു 20 ഉള്ളത് എന്താവും? 21 ആവും. അത്രയേ ഉള്ളൂ. ദെയർഫോർ 50 സ്റ്റുഡൻസ് ഏജ് ഷിഫ്റ്റഡ് 21 years. അപ്പോൾ ഇപ്പോൾ 20 ഉള്ളത് എന്തായി മാറും? അപ്പോൾ 21ലേക്ക് മാറും. അപ്പോൾ ദെയർഫോർ 50 സ്റ്റുഡൻസ് ഏജ് ഷിഫ്റ്റഡ് to 21 years and this is due to conductor age. അപ്പോൾ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ കണ്ടക്ടർ ഏജ് കണ്ടുപിടിക്കുക. കണ്ടക്ടർ ഏജ് ഈക്വൽ ടു 51 × 21 ചെയ്യാം. 51 × 21 ചെയ്യാം. കാരണം നമുക്ക് 50 സ്റ്റുഡൻസേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. 51 ഒരു വർഷം കഴിഞ്ഞാൽ അത് 51 ആവും. അപ്പോൾ 51 × 21 മൈനസ് ഇനി 50 × 20 ചെയ്യാം. നേരത്തെ ബിഫോർ അല്ലേ, ആഫ്റ്റർ മൈനസ് ബിഫോർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കണ്ടക്ടറിൻ്റെ ഏജ് കിട്ടും എന്നുള്ളതാണ്. കണ്ടക്ടറിൻ്റെ ഏജ് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ടേമിൽ നമുക്ക് ഇതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 71 കിട്ടും. ഓക്കെ, 71 year എന്ന് കിട്ടും. ദ ടോട്ടൽ ഏജ് ഓൾ ഏജസ് ഓഫ് നൗ 51 people in a total after including conductor must be 51 times 21. എന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഒരു വർഷം കഴിഞ്ഞാൽ അപ്പോൾ എന്ത് സംഭവിക്കും? 51 മീൻസ് ഉദ്ദേശിച്ചത് 50 സ്റ്റുഡൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 20 ആയിരുന്നു നമുക്ക് കിട്ടിയ എന്ത് എവറേജ്. ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞ് ആരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം? കണ്ടക്ടറിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 50 ഉള്ളത് 51 ആയിട്ട് മാറും. സ്റ്റുഡൻസും ഒപ്പം കണ്ടക്ടറും ഉണ്ട്. അപ്പോൾ 51. ഇനി 20 എന്നുള്ളത് എന്തായിട്ട് മാറും? 21 ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. അപ്പോൾ ആഫ്റ്ററിന് എന്ത് മൈനസ് ചെയ്യണം? ബിഫോർ അല്ലേ, മുമ്പത്തെ മൈനസ് ചെയ്യുക. മുമ്പ് എത്രയായിരുന്നു? 50 ആയിരുന്നു. ഇനി എത്ര കിട്ടിയത്? 20. അപ്പോൾ ഇതിന് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നത്? 71, 71. ഇതാണ് ആരുടെ ഏജ്? നമ്മുടെ കണ്ടക്ടറിൻ്റെ ഏജ്. അത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 71. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി സം ഓഫ് n observations ഈസ് 630 and their mean is 42, then the value of n is small n. ഓക്കെ, സ്മോൾ n ഈസ് എത്രയാ? നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ. സം ഓഫ് n ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്?
630 ആണ്. ഇനി മീൻ എത്രയാണ്? 42 ആണ്. അപ്പോൾ നമുക്ക് സം ഓഫ് എൻ ഒബ്സർവേഷൻസ് നമുക്ക് അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പം മീൻ കാണാനുള്ള ഇക്വേഷൻ എഴുതിയിരിക്കാം. മീൻ ഈക്വൽ ടു സം ഓഫ് ഒബ്സർവേഷൻ എൻ ഒബ്സർവേഷൻ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സം ഓഫ് എൻ ഒബ്സർവേഷൻസ് ബൈ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, അതിന് ഞാൻ എൻ എന്ന് കൊടുക്കുന്നു അല്ലേ. എൻ ഒബ്സർവേഷൻ എന്നാണ്. എത്ര ടേം ഉണ്ട് എന്നൊന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ തന്നെ എഴുതുന്നു. ഇനി ഈ എന്നിനെ ഇപ്പുറത്തേക്ക് എടുക്കുന്നു, മീനിനെ ഇപ്പുറത്തേക്ക് എടുക്കും. കാരണം നമുക്ക് മീൻ എത്രയാണെന്ന് അറിയാം. മീൻ എത്രയാണ്? 42 ആണ്. അപ്പം മീനിൻ്റെ പ്ലേസിൽ 42 എന്ന് എഴുതാം. അപ്പോൾ 42 ഈക്വൽ ടു സം ഓഫ് എൻ ഒബ്സർവേഷൻ എത്രയാണ്? 630 ബൈ ഇനി എൻ, ഈ എന്നിനെ ഇപ്പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ 630 ബൈ 42 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ആൻസറാണ്, അതിൻ്റെ ആൻസർ 15. ഓക്കെ, എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ആദ്യം നമുക്ക് മീനിനെ അറിയാം. മീനിൻ്റെ വാല്യൂ, മീനിൻ്റെ ഇക്വേഷൻ സം ഓഫ് എൻ ഒബ്സർവേഷൻ ബൈ എൻ ആണ്. എൻ അറിയില്ല, ഈ രണ്ട് ടേം അറിയില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി എൻ ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എൻ കാണാൻ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് the two observations are 10 and -10, then their harmonic mean is. ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇക്വേഷൻ. ഹാർമോണിക് മീനിൻ്റെ ഇക്വേഷൻ അറിയാം. HM ഈക്വൽ ടു 2AB/A+B. രണ്ട് ഒബ്സർവേഷൻസ് വന്നു കഴിഞ്ഞാൽ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. പഠിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് തന്നെയാണ് അതിൻ്റെ നമ്മുടെ ഇക്വേഷൻ. 2 ഒബ്സർവേഷൻസ് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയും ബിയും ആണ് രണ്ട് ഒബ്സർവേഷനായിട്ട് എടുക്കുക. 10 അപ്പോൾ എനെ നമുക്ക് 10 കൊടുക്കാം, ബീനെ നമുക്ക് -10 ആയിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് ഒബ്സർവേഷൻസ് ആണല്ലോ. അപ്പോൾ എയും ബിയും ആണ് രണ്ട് ഒബ്സർവേഷൻസ്. അപ്പോൾ ഇതിൽ ഹാർമോണിക് മീനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹാർമോണിക് മീനിൻ്റെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 10 × -10 ബൈ A + -10 എന്ന് വെച്ചാൽ എ എത്ര 10 ആണല്ലോ. അപ്പോൾ ഇതിൽ അടിയിൽ എന്ത് വരും? 0 വരും. അപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ ഈ ടേം, മുകളിലത്തെ ടേം നമുക്ക് നോക്കിയേ വേണ്ട. എന്താ അതിനർത്ഥം? ഇൻഫിനിറ്റി. ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ്. അടിയിൽ എന്ത് വരാൻ പാടില്ല? ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഇൻഫിനിറ്റി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി ആണ്. ഓഫ് 2 numbers is 6.5 and their GM is 6. AM of 2 numbers എത്രയാ? 6.5 and their GM എത്രയാ? 6ഉം. 2 numbers are ഏതൊക്കെ നമ്പേഴ്സ് ആണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആകെ തന്നിരിക്കുന്നത് AM എത്രയാണെന്നറിയാം. AM നമുക്ക് 6.5ഉം GM എത്രയാണെന്നറിയാം, 6ഉം ആണ്. ഇനി നമുക്ക് എന്താ? എയും ബിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻസ് ഇത്രയേ ഉള്ളൂ. ആ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ആ രണ്ട് നമ്പേഴ്സിൻ്റെ AM 6.5ഉം ആ രണ്ട് ഒബ്സർവേഷൻ്റെ GM 6ഉം ആണ് എന്നുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ എയും ബിയും എന്താ, ആ രണ്ട് നമ്പേഴ്സ് ഏതാണെന്നുള്ളതാണ്. AM കാണാനുള്ള ഇക്വേഷൻ അറിയാം. A+B/2 ആണ്. അപ്പോൾ നമുക്ക് 6.5 എന്ന് പറഞ്ഞിട്ട് എഴുതാം. AM ഈക്വൽ ടു 6.5 ആയി കാരണം A+B/2 എന്ന് പറയുന്നത് 6.5 ആണ്. നമുക്ക് എഴുതാൻ പറ്റും എന്ന് വെച്ചാൽ അത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞ കാരണം. ഇനി അതുപോലെ തന്നെ GMനും ഇക്വേഷൻ ഉണ്ട്. രണ്ട് ഒബ്സർവേഷൻസ് വന്നു കഴിഞ്ഞാൽ GM കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. GM കാണാനുള്ള ഇക്വേഷൻ √AB എന്നുള്ളതാണ്. അപ്പോൾ √AB എന്തിനോട് ഈക്വൽ? 6നോട്. കാരണം GM എന്താണ്? 6 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും നമ്മൾ ആദ്യം എടുത്ത് എഴുതി. ഇനി എന്ത് ചെയ്യുന്നു? ഇതിൽ A+B നമുക്ക് എഴുതാൻ പറ്റും. A+B എന്താ വരിക? 13 എന്ന് വരും അല്ലേ. ഇനി അതേപോലെ ഇവിടെ എന്ത് കിട്ടും? AB കിട്ടും. AB നമുക്ക് 6² എന്ന് കിട്ടും. റൂട്ട് പ്രത്യേകം എന്നാൽ സ്ക്വയർ. 36. AB നമുക്ക് 36 എന്ന് കിട്ടും. ഇതിൽ നിന്ന് ഒന്നെങ്കിൽ A മാത്രം ഒരു ഭാഗത്ത് നിർത്താം, അല്ലെങ്കിൽ B മാത്രം ഒരു ഭാഗത്ത് നിർത്താം. B മാത്രം ഒരു ഭാഗത്ത് നിർത്താം. നമുക്ക് Aനെ അപ്പുറത്തേക്ക് എടുത്തിട്ട് Bനെ ഞാൻ ഒരു ഭാഗത്ത് നിർത്താൻ പോകാം. അപ്പോൾ 13 - A എന്ന് കിട്ടും. ഇത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുത്തു. ഈ ഫസ്റ്റ് ഇക്വേഷൻ ഏത് ഇക്വേഷൻ? ഇത് സെക്കൻഡ് ഇക്വേഷനായിട്ട് എടുക്കും. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫസ്റ്റ് ഇക്വേഷൻ ഇൻ ഇക്വേഷൻ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അടുത്തൊരു വേറെ വാല്യൂസ് കിട്ടും. നോക്കാം എന്താ സംഭവിക്കുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ A × 13 - A ഈക്വൽ ടു 36 എന്ന് കിട്ടും.
ഇനി എ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 13a മൈനസ് എ സ്ക്വയർ മൈനസ് 36 എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ സംശയമില്ലല്ലോ. ഓക്കെ, ഇനി ഈ ടേമിനെ ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് 13a മൈനസ് എ സ്ക്വയർ മൈനസ് 36 ഈക്വൽ ടു 0. ഇനി എ സ്ക്വയറിന് ഫസ്റ്റ് പവേഴ്സ് അതിൻ്റെ ഡിഗ്രി അനുസരിച്ചിട്ട് ഒരുമിച്ച് എഴുതാം. ഇനി മൈനസ് വന്ന കാരണം മൈനസ് എഴുതാൻ വേണ്ട, പ്ലസ് ആക്കുക. അപ്പോൾ ഈ മൈനസ് എ സ്ക്വയർ ആവും ഫ്രണ്ടിലേക്ക് എഴുതേണ്ടത്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ആവാൻ പാടില്ല. ആ രീതിയിൽ വേണമെങ്കിൽ എഴുതാം. അതാവും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിൽ എഴുതാം. അപ്പോൾ എ വരെ മൈനസ് എ സ്ക്വയർ ആയാലും പ്ലസ് എ സ്ക്വയർ ആക്കുന്നതിന് എല്ലാത്തിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയിട്ടും, ഇനി മൈനസ് അല്ലാത്ത 13a ആയിട്ടുള്ള ടേമിനെ -13a എന്നായിട്ട് മാറും. അതുപോലെ -36നെ +36 എന്ന് എഴുതാം, ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. a ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² - 4ac/2a. ആദ്യം √b² - 4ac ചെയ്യാം. അപ്പോൾ b എത്രയാണ്? b എന്ന് പറഞ്ഞാൽ 13 ആണ്. a എന്താ 1 ആണ്. ഇനി അതുപോലെ c എന്താ 36 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ √13 -13² - 4 × 1 × 6 36. അപ്പോൾ ഇതിലെ ആൻസർ നമുക്ക് കിട്ടുന്നത്, ഇതൊക്കെ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വെറും 25 എന്നാവും കിട്ടുക. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ മീൻസ് ഇത്ര ഇത് 196, ഇത് അടുത്തത് 144 ആണ്. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് 25 എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. ഇനി ഇതിൽ കൊടുക്കുക. അപ്പോൾ a ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² - 4ac/2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ b എന്താ? നമുക്ക് 13 ആണ്. അപ്പോൾ -13 -13 എന്ന് വരും, പ്ലസ് ഓർ മൈനസ് √25 എന്ന് വരും. മീൻസ് b² - 4ac നമുക്ക് 25 അല്ലേ കിട്ടി. ഇനി 2 × 1 എന്ന് പറഞ്ഞാൽ 2. a ഈക്വൽ ടു 13 പ്ലസ് ഓർ മൈനസ് 5/2. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. 13 + 5/2 എന്ന് എഴുതാം, അല്ലെങ്കിലോ 13 - 5/2 എന്ന് എഴുതാം. നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. അപ്പോൾ a എന്ന് പറഞ്ഞിട്ട് നമുക്ക് 9 കിട്ടി, 4 കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. അപ്പോൾ a നമ്മൾ 9 കൊടുക്കുകയാണെങ്കിൽ b എന്താ കിട്ടുക? b നമുക്ക് 13 - 9 എന്ന് കിട്ടും. എയുടെ പ്ലേസിൽ 9 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് ഞാൻ ചോദിച്ചത്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 13 - 9 എന്ന് കിട്ടും. ഇനി 13 - 9, അപ്പോൾ അത് മൈനസ് ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടും. അതേപോലെ തന്നെ എയുടെ വാല്യൂ അടുത്തൊരു എയുടെ വാല്യൂ ഉണ്ടല്ലോ, 4 അല്ലേ കിട്ടി. 4 കൊടുത്താൽ 13 - 4 എന്ന് കിട്ടും. അപ്പോൾ 9 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് രണ്ടും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് ഒന്ന് b എന്ന് കിട്ടി, a ഈക്വൽ ടു 4 കൊടുത്തപ്പോൾ b 9 കിട്ടി. ഇനി a 9 കൊടുത്തപ്പോൾ b 4 കിട്ടി. ഇത് രണ്ടും ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക, അത്രമാത്രമേ വേണ്ടൂ. അപ്പോൾ ആദ്യത്തേൻ്റെ ഓപ്ഷൻ എന്താണ്? a 9 അല്ലേ, 9 5 അല്ല കിട്ടി. അപ്പോൾ ഇതല്ല ആൻസർ. ഇനി അടുത്തത് a എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ നമുക്ക് b എന്താ കിട്ടുക? 9 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻ ഈസ് ട്രൂ ബിറ്റ്വീൻ തേർഡ് ഡിസൈൽസ് ആൻഡ് 30 പെർസെൻറ്റൈൽസ്? അത് നമുക്ക് ഇതല്ല എന്ന് മനസ്സിലായി. തേർഡ് ഡിസൈൽസ്, അപ്പോൾ D3 = P30 കിട്ടണം. അതാ കിടക്കണം. അപ്പോൾ ഇതാണ് സി ആണ് അതിൻ്റെ ആൻസർ. അത്രേ ഉള്ളൂ. അടുത്തത് if the AM of a set of 2 observations is 9 and its GM is 6, then the HM of set of observation is, ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും നമുക്ക് നോക്കാം. 2 ഒബ്സർവേഷൻ ഉണ്ട്, അതിൻ്റെ AM 9ഉം GM 6ഉം തന്നിട്ടുണ്ട് അവർ. കഴിഞ്ഞാൽ AM × HM = GM² എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. AM അപ്പോൾ 9, HM തന്നെ, HM ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ.
ഇനി ജി എം നമുക്കറിയാം GM 6 ആണ്, അപ്പോൾ 6 സ്ക്വയർ. അപ്പോൾ HM ഈക്വൽ ടു 36/9 എന്ന് വെച്ചാൽ 4. HM നമുക്ക് 4. അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ പെട്ടെന്ന് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.